സോ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയാമല്ലോ, നമ്മുടെ +2 മാർക്കിൻ്റെ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കീമിൻ്റെ പോർട്ടലിൽ പോയി വേണം നിങ്ങൾ വെരിഫൈ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, പരീക്ഷ ബോർഡ് ഓരോ വിഷയത്തിൻ്റെ മാർക്കും പാസ്സായ വർഷം എന്നിവ കൃത്യമായി പരിശോധിച്ച് ഓരോന്നും നേരെ നോ ചേഞ്ച് എന്നോ ചേഞ്ച് റിക്വയർഡ് എന്നോ ബാധകമായി രേഖപ്പെടുത്തേണ്ടതാണ്. ചേഞ്ച് ആവശ്യപ്പെട്ടാൽ അനുബന്ധമായ അതിൻ്റെ മാർക്ക് ഷീറ്റും സമർപ്പിക്കേണ്ടതാണ്. അപ്പം സെക്കൻഡ് ഇയർ മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഇവരായത് നമ്മൾ ഓൾറെഡി കൊടുത്തായിരുന്നു. അതിൻ്റെ ഒരു വേരിഫിക്കേഷനാണ്. ഇത് വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ, റാങ്ക് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മാർക്ക് ഒന്ന് നിങ്ങൾ റീചെക്ക് ചെയ്ത്, നിങ്ങൾ ഓൾറെഡി എല്ലാം കറക്റ്റായിട്ട് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് റീചെക്ക് ചെയ്ത് ഇത് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, 50% നമ്മുടെ കീമിൻ്റെ മാർക്കും 50% നമ്മുടെ സ്കൂൾ മാർക്കുമാണ്. സോ ആ 50% നിങ്ങൾ ലൈക്ക് ചെറിയൊരു എറർ വരുത്തി മിസ്റ്റേക്ക് വരുത്തരുത് സീരിയസ്ലി. സോ നിങ്ങൾ വർഷം നോക്കണം, പിന്നെ മാർക്കും നോക്കണം. എല്ലാ വിഷയത്തിനെയും കറക്റ്റായിട്ടാണോ ഇട്ടിരിക്കുന്നത്, ഫിസിക്സിൻ്റെ തന്നെയാണോ, കെമിസ്ട്രിക്ക് തന്നെയാണോ, മാത്സിൻ്റെ അപ്പോൾ മാക്സിമം മാർക്കും എല്ലാം 100 ഔട്ട് ഓഫ് ആണല്ലോ. ഇയർ ഓഫ് പാസ് 2000, അതായത് ഈ വർഷം എഴുതിയവർ 2025, റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള 2024, 23 അങ്ങനെ വേരി ചെയ്യും. അപ്പം ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റണം, ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് കൊടുക്കണം. ഓക്കെ, നോ ചേഞ്ച് എല്ലാത്തിനും നോ ചേഞ്ച് കൊടുത്തിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. സോ ഇത് കോളേജ് ദോസ്ത് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ പേരും 12th ബ്രാഞ്ചും നമ്പറും OTP ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കീം റാങ്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് ചെക്കൗട്ട് ചെയ്തേക്കും. ഒരു പ്രെഡിക്റ്റഡ് റാങ്ക് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഹിയർ ബൈ ഐ ഡിക്ലെയർ മാർക്ക് ഡീറ്റെയിൽസ് ഷോൺ അബോ മാച്ച് വിത്ത് മാർക്സ് ഇൻ മൈ ഒറിജിനൽ മാർക്ക് ഷീറ്റ്, എന്നിട്ട് വെരിഫൈ ആൻഡ് ഫൗണ്ട് കറക്റ്റ് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്കിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. നമ്മൾ വെരിഫൈ ചെയ്തു, അതായത് ഇവർ ഇപ്പം നമ്മൾ കൊടുത്ത മാർക്കും അവരിപ്പം അപ്ലോഡ് ചെയ്യാൻ നമുക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്ത ഓരോന്നിൻ്റെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് തന്നിട്ടുണ്ട്, ഒരു ഷീറ്റ് പോലെ തന്നിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൽ നോക്കുവാണെങ്കിൽ കാണാം. അപ്പം അതും എല്ലാം വെരിഫൈ ആണെങ്കിൽ അത് വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതൊരു വെരിഫിക്കേഷൻ പ്രോസസ്സായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം എന്താ ഉള്ളത്, അതിന് ശേഷം നിങ്ങളുടെ റാങ്ക് വരും. റാങ്ക് വന്നിട്ട് കോളേജ് ലിസ്റ്റിംഗ് ഒക്കെ വരും അതിൽ. സോ കോളേജ് ലിസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ മെയിൻലി പ്യുവർ ഗവൺമെൻറ് കോളേജസ് ആദ്യം കൊടുക്കണം. അതിനുശേഷം ഐ പ്രിഫർ കുറച്ച്, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള IHRD, എന്നിട്ട് നല്ല പ്രൈവറ്റ് കോളേജസ് കൊടുക്കുന്ന അതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ IHRDക്ക് മുന്നേ പ്രൈവറ്റ് കോളേജസ് ഇപ്പോൾ അത്രയും അടിപൊളിയാണെങ്കിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, തൃക്കാക്കര, അങ്ങനത്തെയൊക്കെ കോളേജ് ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞിട്ട് കൊടുത്താലും, ഗവൺമെൻറ് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഒരു NSS പാലക്കാടൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര കൊടുക്കാം. കാരണം അത് അത്രയും നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കോളേജ്. അപ്പം ബൈ സി യു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കോളേജിൻ്റെയും ഡിഗ്രി, ഞാൻ പറയുന്ന ഡിഗ്രി കോളേജസ് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടോ. എനിവേസ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് നല്ലൊരു കോളേജ് കിട്ടും. നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ സി യു. മാക്സിമം എല്ലാവരും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യണം. ആരും മറക്കാതെ തന്നെ കീമിൻ്റെ സൈറ്റ് നോക്കി അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.